ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം ചെറിയൊരു ജലദോഷമൊക്കെ പിടിച്ച് ചെവി വേദനയും തൊണ്ടവേദനയും ചുമയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ കുവൈറ്റിൽ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നവംബർ ലാസ്റ്റ് തൊട്ട് ഒരു മാർച്ച് വരെയൊക്കെ ഇവിടെ തണുപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൾഡും കോഫൊക്കെ നമുക്ക് വരാറുണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിനാവശ്യമായിട്ടുള്ളത് ജീരകവും കുരുമുളകും ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി തക്കാളി പിന്നെ പുളി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം പുളി ഞാൻ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ജീരകം ഇഞ്ചി വെളുത്തുള്ളി ഉലുവ തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുന്ന സമയത്താണ് നമുക്കിങ്ങനെ ഉള്ള അസുഖങ്ങളൊക്കെ എപ്പോഴും വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എല്ലാ കറികളിലും ഒക്കെ ആഡ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലും കടുകും പിന്നെ ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കണേ. പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ 1-2 പീസ് വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ രസത്തിൻ്റെ കൂട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ചൂടായി വരണേ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് നമ്മൾ അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും കൂടെ ഒന്ന് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ രസമൊക്കെ ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ എല്ലാവർക്കും നാട്ടിലാണെങ്കിലും എല്ലാം ഡിസംബർ ടൈമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും ജലദോഷമൊക്കെ ഇങ്ങനെ പിടിക്കും. കാരണം നമ്മുടെ നാട്ടിൽ തണുപ്പൊക്കെ തുടങ്ങുന്ന സമയമല്ലേ. അപ്പം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞാൻ അതിലോട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പം നമ്മുടെ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ചൊന്ന് വെള്ളം ഒന്ന് ഇച്ചിരി വറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ടൊന്നത് തിളയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ രസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ തണുപ്പ് കാലത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.